ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് സ്നാക്സ് ആയിട്ടും ഡിന്നറായിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റത്തിൻ്റെയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സ്നാക്സിലേക്ക് നമുക്ക് ഓയിലാണ് വേണ്ടത്, വെളിച്ചെണ്ണ ഒട്ടും യൂസ് ചെയ്യരുത്. ഈ ഒരു ഓയിൽ ചൂടായി വന്നാൽ അതിലേക്ക് വലിയുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള വലിയുള്ളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് നമുക്ക് ആ ഒരു ഓയിലിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ക്യാരറ്റും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കാബേജ് അല്ലെങ്കിൽ മഷ്റൂം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് അങ്ങനെയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ ഒരു വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ ഇതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചിക്കന് സാധാ നോർമൽ മസാലയിൽ തന്നെ ഒന്ന് വേവിച്ച് വെച്ച ചിക്കനായിരുന്നു. ഫ്രൈ ആക്കിയതായാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു ചിക്കനും അതുപോലെ തന്നെ ഈ ഒരു മസാല എല്ലാം കൂടിയും നല്ലോണം മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഞാനിവിടെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം മതിട്ടോ, ഒരുപാടൊന്നും വേണ്ട. ഈ ഒരു മസാലപ്പൊടികളൊക്കെ ഒരുപാട് ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ഒരു കുത്തലൊക്കെ വരും. അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ചില്ലി ഫ്ലെക്സ് ആണ് കേട്ടോ. എരിവിന് കൂടുതലായിട്ട് എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലെക്സ് അല്ലെങ്കിൽ കുറച്ച് അധികം ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചില്ലി ഫ്ലെക്സും ആ ഒരു ഗരം മസാലയും കൂടിയൊക്കെ നല്ലോണം ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഞാനിവിടെ കുറച്ച് ഒറിഗാനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്, അതുകൊണ്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഒറിഗാനും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ചീസാണ് വേണ്ടത്. ഏത് ചീസും എടുക്കാം കേട്ടോ. മോസറല്ല ചീസോ അല്ലാന്നുണ്ടെങ്കിൽ സ്ലൈസ് ചീസൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതവിടെ സ്ലൈസ് ചീസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനിവിടെ ഒരു 2 സ്ലൈസ് ചീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചീസൊക്കെ നല്ലോണം മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ മെൽറ്റാകുന്ന വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു ചീസൊക്കെ താനങ്ങ് മെൽറ്റായി വന്നോളും. അപ്പോൾ ചീസൊക്കെ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് മയോണൈസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ റെഡിമെയ്ഡ് മയോണൈസാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മയോണൈസും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന മയോണൈസ് ആണെന്നുണ്ടെങ്കിൽ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം വേണം ഈ ഒരു മയോണൈസ് ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ചിലപ്പോൾ ചിലരൊക്കെ മയോണൈസ് ഉണ്ടാക്കുമ്പോൾ അതിൽ എഗ്ഗൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുത്തിട്ടാണ് ഇതിലേക്ക് ഫില്ലിങ്ങിലേക്ക് ചേർത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അപ്പോൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഈ ഒരു സെയിം പാൻ തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ബട്ടർ അല്ലാന്നുണ്ടെങ്കിൽ ഓയിലായാലും കുഴപ്പമില്ല. ബട്ടറിലൊക്കെ ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ബട്ടർ നല്ലോണം മെൽറ്റായി വന്നാൽ നമുക്കതിലേക്ക് പൊറോട്ട വെച്ച് കൊടുക്കാം. പൊറോട്ടയോ അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തിയോ ഇനി റൊട്ടി ആയാലും കുഴപ്പമില്ല കേട്ടോ, എന്തായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ പൊറോട്ടയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പൊറോട്ട ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചിട്ടൊക്കെ കൊടുത്തിട്ട് ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രിസ്പിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തെടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ഫില്ലിങ്ങും കൂടി വെച്ച് കൊടുക്കുക കേട്ടോ. ഫില്ലിങ് എല്ലായിടത്തേക്കും നല്ലോണം സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് ഒന്നിങ്ങനെ റോൾ ചെയ്തെടുക്കുക. എനിക്കിവിടെ റോൾ ചെയ്തെടുക്കാനൊന്നും പറ്റിയിട്ടില്ല, നല്ലോണം ചൂടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതൊക്കെ അങ്ങനെ പരത്തി കൊടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലിട്ടിട്ട് ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് റോൾ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ.
പിന്നെ ഇതാ ഒരു ഫില്ലിങ്ങിൻ്റെ മുകളിലായിട്ട് ഞാനിവിടെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, ഇത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായപ്പോൾ ഒരു എന്താ പറയുക കുറച്ചൊന്ന് റിച്ച് ആവാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്താണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇതല്ലാതെ ഇങ്ങനെ തന്നെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതിട്ടാ. നിങ്ങൾക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ജസ്റ്റ് ഇതാ 2 വശം അങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഒന്ന് ചെറിയ തീയിലിട്ട് ഒന്നിങ്ങനെ മുരിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതിന് മാത്രമല്ല സിമ്പിളാണ് കേട്ടോ. അപ്പോൾ വീട്ടിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സാൻഡ്വിച്ച് റെസിപ്പിയും കൂടിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ. ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളുന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്